Hi all, welcome back to Leeds Academy Smart Plus app. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ അടുത്ത ലെസണുമായിട്ട് നമ്മൾ വരികയാണ്. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി റിട്ടൺ ബൈ ചിമമന്ദ നഗോസി അദീജെ. സോ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കമൻറ്റുകളും കൃത്യമായിട്ട് രേഖപ്പെടുത്താം, നല്ല നമുക്ക് പിന്നെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ മെച്ചപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിലേക്ക് വരാം. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സിംഗിൾ സ്റ്റോറിയുടെ ഡേഞ്ചേഴ്സ് ഒക്കെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ ചിമമന്ദ നഗോസി അദീജയുടെ ഒരു സിമ്പിൾ ഒരു ടെഡ് ടോക്സ് ആണിത്. ടെഡ് ടോക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യം നമുക്ക് ഓതറിനെ കുറിച്ച് നോക്കാം. ചിമമന്ദ നഗോസി അദീജെ. സോ ഷീ ഈസ് എ നൈജീരിയൻ നോവലിസ്റ്റ്, നോൺ ഫിക്ഷൻ റൈറ്റർ, ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അപ്പോൾ അവരൊരു നൈജീരിയൻ നോവലിസ്റ്റാണ്, അതുപോലെ തന്നെ നോൺ ഫിക്ഷൻ റൈറ്റർ, എസ്സേസും കാര്യങ്ങളൊക്കെ എഴുതാവുന്ന ഒരാളാണ്, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ആൻഡ് ഷീ ഈസ് റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് എമംഗ് യങ് ആംഗ്ലോഫോൺ ഓതേഴ്സ് ഇൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ. അതായത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിലെ യങ് റൈറ്റേഴ്സിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയ റൈറ്ററാണ് ചിമമന്ദ നഗോസി അദീജെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ വരവിലേക്ക് ഇൻട്രഡക്ഷൻ പറയുകയാണെങ്കിൽ, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഈസ് എ ടെഡ് ടോക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ചാനലിലൊക്കെ നമ്മളൊരു ടോക്ക് കൊടുക്കുക, അതിന് അങ്ങനെ ഒരു ടോക്കാണിത്. ടെഡ് ടോക്സ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയ ഒരു ടോക്ക് ഷോയാണ്. ടോക്ക് ഷോ പോലെ അല്ല, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ചെറിയ ചെറിയ ടോക്കുകളുള്ള. ഇപ്പോൾ ടെഡ് ഗ്ലോബൽ 2009 ഇവർ കൊടുത്ത ഒരു ടെഡ് ടോക്കാണ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ആൻഡ് ഇൻ ദ സ്പീച്ച് അദീജ റിഫ്ലക്ട്സ് ഓൺ ദ പവർ ഓഫ് എ സ്റ്റോറി. ആദ്യം ഇതിൽ പറയുന്നത് വാട്ട് ഈസ് ദ പവർ ഓഫ് സ്റ്റോറി, കഥകളുടെ ഒരു പവർ എന്താണ്. നെക്സ്റ്റ്, ദ ഡേഞ്ചർ ഓഫ് ബിലീവിങ് വൺ സ്റ്റോറി അബൌട്ട് എ റീജിയൻ. ഓക്കെ, അതായത് ഒരു റീജിയനെ കുറിച്ച് ഉള്ള ഒരു സിംഗിൾ സ്റ്റോറിയിൽ ബിലീവ് ചെയ്യുന്നതിൻ്റെ ഡേഞ്ചർ എന്താണ്. ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് അക്നോളജിങ് ദ കോംപ്ലക്സിറ്റി ഓഫ് മെനി സ്റ്റോറീസ്. അതുപോലെ തന്നെ സോ ബിലീവിങ് ഇൻ അക്നോളജിങ് ഇൻ ദ കോംപ്ലക്സിറ്റി ഓഫ് മെനി സ്റ്റോറീസ്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ട് പറയുന്നത്, നമ്മളെപ്പോഴും ഒരു റീജിയനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഏരിയനെ കുറിച്ചോ ഒരു സ്ഥലത്തെക്കുറിച്ചോ നമുക്കൊരു സ്റ്റീരിയോ ടൈപ്പിക്കൽ അല്ലെങ്കിൽ ഒരു മുൻധാരണകൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അവിടം എന്ന് നമ്മൾ വിചാരിച്ച് വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ വയനാട്ടുകാരെ കുറിച്ചൊക്കെ നമുക്ക് പുറത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ്, ഒരു ട്രൈബൽ ഏരിയ ആണ്, ഇവിടെ നമുക്ക് ബസ് സൗകര്യങ്ങളൊക്കെ കുറവാണ്, നമ്മളെല്ലാം ഫുൾ കാടാണ്. ഇങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പിക്കൽ ഇമേജസ് പുറത്തുള്ള ആൾക്കാർക്ക് നമ്മളെക്കുറിച്ചുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ പ്രദേശത്തെക്കുറിച്ചും ഓരോ ആൾക്കാരെക്കുറിച്ചും ഓൾറെഡി മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്ന ചില മുൻധാരണകളെ കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്യാണ് ചിമമന്ദ നഗോസി അദീജെ. അതാണ് ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടോക്കിൻ്റെ ഈ ഒരു സ്പീച്ചിൻ്റെ ടൈറ്റിൽ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മറിയിലേക്ക് വരാം. ഇത് ഓരോ പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഷീ ഈസ് എക്സ്പ്ലൈനിങ് അബൌട്ട് ഹർ ചൈൽഡ്ഹുഡിനെ കുറിച്ചാണ് പറയുന്നത്. ഷീ സ്റ്റാർട്ടഡ് റീഡിങ് ബുക്സ് അറ്റ് ഏർലി ഏജ് ഓഫ് 4. അപ്പോൾ ഇവർ 4-ാമത്തെ വയസ്സിൽ തൊട്ട് പുസ്തകം വായിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, ഭയങ്കര ഒരു സർപ്രൈസിങ് ഒരു ഗേളാണ് ആര്, ചിമമന്ദ നഗോസി അദീജെ. അതാണ് 4-ാം വയസ്സിൽ തൊട്ട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. And she started writing stories with the crayon illustration at the age of 7. 7-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ചെറിയ സ്റ്റോറീസ് ഒക്കെ എഴുതാൻ തുടങ്ങി. കുട്ടികൾ ക്രയോൺസ് കൊണ്ട് പടമൊക്കെ വരച്ച് കളിക്കുന്ന സമയത്ത് ഈ ക്രയോൺസ് വെച്ച് ചെറിയ സ്റ്റോറീസ്, അത് ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ കൊടുത്ത് എഴുതുകയും വരയ്ക്കുകയും ചെയ്ത ഒരാളായിരുന്നു നമ്മുടെ ഓതറായ ചിമമന്ദ നഗോസി അദീജെ. And she read mostly American and British children books which created single story in her mind about books. അപ്പോൾ ആ ഒരു ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് അമേരിക്കൻ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഓതേഴ്സിൻ്റെ ചിൽഡ്രൻ ബുക്കുകളായിരുന്നു. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പം ഇവർക്ക് മനസ്സിലായത് എല്ലാ കുട്ടികളുടെയും ഒരുപോലെയാണ്, ഓരോ കുട്ടികളുടെ സാഹചര്യം ഇങ്ങനെയാണ് എന്നുള്ളൊരു സിംഗിൾ സ്റ്റോറി അവരുടെ മൈൻഡിൽ ഫിക്സ് ആയിപ്പോയി. കാരണം അവരുടെ ദേശത്തെക്കുറിച്ചോ അവരുടെ ഏരിയയെക്കുറിച്ചുള്ള ആൾക്കാരുടെ ബുക്കുകളായിരുന്നില്ല വായിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തെയും കുട്ടികൾ ഇങ്ങനെയാണ്, കുട്ടികളുടെ ബുക്കുകൾ ഇങ്ങനെയാണെന്നുള്ളൊരു സിംഗിൾ സ്റ്റോറി അവരുടെ മനസ്സിൽ ഫീഡായിപ്പോയി. She believed that books by their nature should have foreign characters in them
and the book should deal with subject matters with which the writer should not have a personal relation. അപ്പോൾ അവർ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ. അപ്പോൾ അതായത് ബ്രിട്ടീഷ് അതുപോലെ തന്നെ അമേരിക്കൻ ബുക്സുകൾ വായിച്ചതുകൊണ്ട് തന്നെ അതിലെ ക്യാരക്ടേഴ്സൊക്കെ ഫോറിൻ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ സ്റ്റോറി ബുക്കുകളിലെയും ക്യാരക്ടേഴ്സ് എന്നുള്ള ഒരു മുൻധാരണ ഇത് വായിച്ചത് കൊണ്ട് അവർക്കുണ്ടായി. ഓക്കെ, അതുപോലെ തന്നെ തൻ്റെ ഏരിയകളെക്കുറിച്ച് അതല്ലെങ്കിൽ റൈറ്റേഴ്സ് ഇത് എഴുതുന്ന സമയത്ത് തങ്ങളുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻസിനെയും കൊണ്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഒരു വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമാണ് മനസ്സിലേക്ക് ഫീഡാകുക. But she realized the mistake when she could read books by African writers like Chinua Achebe and Kerala. ഓക്കെ, അപ്പോൾ ഇവർ പിന്നെയാണ് മനസ്സിലാക്കിയത് ഇങ്ങനെയല്ല ബുക്കുകൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേഴ്സ്പെക്റ്റീവിൽ അല്ല ഇത് കാണേണ്ടത്. കാരണം അതിനുശേഷം ഇവർ നൈജീരിയൻ റൈറ്റേഴ്സാണ് അല്ലെങ്കിൽ ആഫ്രിക്കൻ റൈറ്റേഴ്സായ ചിനുവ അച്ചാബെയും അതുപോലെ തന്നെ കാമറയുടെയും ബുക്കുകൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് തൻ്റെ റീജിയൻസിലുള്ള ആൾക്കാരുടെ ജീവിതം ഇങ്ങനെയാണ്, തൻ്റെ റീജിയനിലുള്ള ആൾക്കാരുടെ കുട്ടികളുടെ അവസ്ഥ ഇതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷ് ബുക്കുകൾ, അതായത് അമേരിക്കൻ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ബുക്കുകൾ വായിച്ച സമയത്ത് എല്ലാ സ്ഥലത്തെയും ആൾക്കാർ ഇങ്ങനെയാണെന്നുള്ളൊരു ചിന്ത ഇവരിലേക്ക് വന്നിട്ടുണ്ട്. When she read African books, she realized that girls like her with the wingy hair and chocolate colored skin could be also characters in books. അപ്പം അതിൽ ഫോറിൻ ക്യാരക്ടേഴ്സ് നല്ല വെളുത്ത വർഗ്ഗക്കാരായ നല്ല സുന്ദരന്മാരും സുന്ദരികളുമായ ആൾക്കാർ മാത്രമേ അതിലേ ഉള്ളൂ. പക്ഷേ ചിനുവ അച്ചാബെനെ അതുപോലെ തന്നെ കാമറയിനെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തന്നെ പോലെ കേളി ഹെയർ ഉള്ള അതുപോലെ തന്നെ ചോക്ലേറ്റ് കറുത്ത വർഗ്ഗക്കാരായ ആൾക്കാരും ഒരു ബുക്കിലെ ക്യാരക്ടേഴ്സ് ആകും. അപ്പോൾ അവർ ഇതിനു മുമ്പ് വിചാരിച്ചിരുന്നത് വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ സുന്ദരന്മായ ആൾക്കാർക്ക് മാത്രമാണ് ബുക്കിലെ ക്യാരക്ടേഴ്സ് ആകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ഒരു ചിന്ത അവർക്ക് മനസ്സിൽ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ദ ഫസ്റ്റ് സിംഗിൾ സ്റ്റോറി ഇൻ ഹർ ലൈഫ്. അവരുടെ ലൈഫിൽ ഏറ്റവും ഫസ്റ്റ് സിംഗിൾ സ്റ്റോറിനെയാണ് പറയുന്നത്. ഷീ ഹാഡ് എ സിംഗിൾ സ്റ്റോറി അബൌട്ട് ഫിദേ ദെയർ ഹൗസ് ബോയ്. അപ്പോൾ അവർ നൈജീരിയൻ ആണെങ്കിലും ഇവരുടെ വീട്ടിൽ അത്യാവശ്യം ഫിനാൻഷ്യലി ഫിറ്റായ ആൾക്കാരാണ്, റിച്ച് പീപ്പിളാണ്. അപ്പോൾ ഇവരുടെ ഹൗസിൽ ജോലി ചെയ്യുന്ന ഫിദേ എന്ന് പറയുന്ന ഒരു ഹൗസ് ബോയ് ഉണ്ട്. അപ്പോൾ ഷീ ബിലീവ്ഡ് ദാറ്റ് ഹി ആൻഡ് ഹിസ് ഫാമിലി ഹാഡ് ഓൺലി പോവർട്ടി ഇൻ ലൈഫ് ആൻഡ് ഡിഡ് നോട്ട് ഹാവ് എനി അതർ എബിലിറ്റീസ്. അപ്പം ഫിദേ ഇങ്ങനെ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവരുടെ അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഓതർ വിചാരിച്ചത് ഫിദേ എന്ന് പറയുന്ന ആൾ വളരെ പാവപ്പെട്ട വീട്ടിലാണ്, അപ്പോൾ അവർക്ക് ദാരിദ്ര്യം മാത്രമേ അവർക്ക് ലൈഫിലുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ്. Once she visited his house and found beautifully patterned basket of dyed raffia made by his brother. അപ്പോൾ ഒരു ദിവസം ഇവരുടെ വീട്ടിൽ ചെന്ന് ഇവരുടെ ഈ ഫിദയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. അവിടെ ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ബാസ്ക്കറ്റ് കണ്ടു. അത് ഡൈഡ് റാഫിയ എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ വേരുകളിൽ നിന്നുണ്ടാക്കുന്ന ഒരു ബാസ്ക്കറ്റ് കണ്ടു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റിച്ചായ ആൾക്കാരുടെ വീടുകളിലൊക്കെ കാണുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഒരു അവരുടെ ബ്രദർ ഉണ്ടാക്കിയ ഒരു ബാസ്ക്കറ്റ് കണ്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരുടെ വീട്ടിൽ പോവർട്ടി മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ട്. ദെൻ ഷീ റിയലൈസ് ദാറ്റ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ഫിദേ ആൻഡ് ഹിസ് ഫാമിലി വാസ് റോങ്. അപ്പോൾ അവൾ ഓൾറെഡി ചിന്തിച്ച് വെച്ചിരുന്ന കാര്യം അറ്റയർലി റോങ് ആണ്. കാരണം അവരുടെ ലൈഫിൽ പോവർട്ടി മാത്രമല്ല ഉള്ളത്, അവരുടെ പോവർട്ടിയിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ല എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി. ദ ആഫ്രിക്കൻ സ്റ്റീരിയോ ടൈപ്പ്. ഇനി ആഫ്രിക്കൻ സ്റ്റീരിയോ ടൈപ്പിനെ കുറിച്ചാണ് പറയുന്നത്. When she was 19, she went to America to continue her university studies. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ തൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇവർ അമേരിക്കയിലേക്ക് പോയി. Her American roommates had a single story about Africa. അപ്പോൾ അവിടെ ഒരു അമേരിക്കൻ റൂംമേറ്റിനെയാണ് കിട്ടിയത്. അപ്പോൾ അവർക്ക് ആഫ്രിക്കനെ കുറിച്ചുള്ളൊരു ചിന്തയുണ്ട്. ഷീ ബിലീവ്ഡ് ആഫ്രിക്ക വാസ് ഓൺലി ദ ലാൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. അപ്പം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുള്ളൊരു പ്രദേശമാണ് ആഫ്രിക്ക. അതുപോലെ തന്നെ ഓൾ ആഫ്രിക്കൻസ് വേർ പുവർ. അപ്പോൾ അവിടുത്തെ എല്ലാ ആൾക്കാരും പാവപ്പെട്ടവരാണ്, പോവർട്ടിയിൽ ജീവിക്കുന്ന പട്ടിണിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ട്രൈബൽ പീപ്പിളാണ്. ഓക്കെ, വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആദിവാസികളാണ് ആഫ്രിക്കയിലുള്ളതെന്നാണ് ഈ അമേരിക്കൻ റൂംമേറ്റ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് മുൻധാരണ, ഒരു സ്റ്റീരിയോ ടൈപ്പിക്കൽ ഇമേജ് മൈൻഡിൽ ഫിക്സ് ആയിട്ടുണ്ട്. ദ റൂംമേറ്റ് ഡിഡ് നോട്ട് നോ ഇംഗ്ലീഷ് വാസ് ദ നൈജീരിയാസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. പക്ഷേ അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, നൈജീരിയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നുള്ള കാര്യം അവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ആൻഡ് ഷീ വാസ് ഷോക്ക് ടു ഹിയർ അദീജേസ് എക്സലൻറ്റ് ഇംഗ്ലീഷ്.
അപ്പോൾ അദീജെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എക്സലൻ്റ് ആയിട്ട് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയി. നൈജീരിയൻസ് നിങ്ങൾ ഇംഗ്ലീഷിലാണോ സംസാരിക്കുന്നത് എന്നൊരു ചിന്തയിലേക്ക് വന്നു. Adichie's professor, American professor also had a single story about Africa. അവർക്കും അതിജയുടെ പ്രൊഫസറായ അമേരിക്കൻ പ്രൊഫസറിനും ആഫ്രിക്കയെക്കുറിച്ച് ഒരു സിംഗിൾ സ്റ്റോറി മനസ്സിലുണ്ട്. എന്താണ്? ഹി ബിലീവ്ഡ് ദാറ്റ് അദീജസ് ക്യാരക്ടേഴ്സ് വേർ ഒതൻറ്റിക്കലി ആഫ്രിക്കൻ. അവർ വിചാരിച്ചു അദീജ ഒരു പ്യുവർലി ആഫ്രിക്കൻ അല്ല, ചിലപ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻ ആണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു. In his single story, African authors' characters should be uneducated and starving. അപ്പോൾ ഈ പ്രൊഫസറും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ആഫ്രിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്? അൺഎഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാരാണ്. ദേ ഷുഡ് നോട്ട് ബി എഡ്യൂക്കേറ്റഡ്. ഓക്കെ, അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല. ആൻഡ് റിച്ച് ഇനഫ് ടു ഡ്രൈവ് കാർ. ഓക്കെ, അവർ എല്ലാവരും പാവപ്പെട്ടവരാണ്, സമ്പന്നരായ ആൾക്കാരായിരുന്നില്ല, ഒരു കാറ് പോലും ഓടിക്കാൻ പറ്റാതെ, അതായത് കാറ് പോലും കാണാത്ത ആൾക്കാരാണ് എന്നൊരു ചിന്തയായിരുന്നു അദീജയുടെ അമേരിക്കൻ പ്രൊഫസറിന് ഉണ്ടായിരുന്നത്. Though Adichie had a happy childhood in a close-knit family, she had also become some painful experience. അപ്പോൾ അദീജെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ ലൈഫിൽ, തൻ്റെ ചൈൽഡ്ഹുഡ് ലൈഫ് എന്ന് പറയുന്നത് തൻ്റെ ഫാമിലിയിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ആഫ്രിക്കൻസ് എല്ലാവരും ഇങ്ങനെയാണ്, പട്ടിണി കിടക്കുന്നവരാണ്, അൺഎഡ്യൂക്കേറ്റഡ് ആണ്, ട്രൈബൽസ് ആണ് എന്നുള്ള ചിന്തയുണ്ടാവും. അപ്പോൾ ഈ ചിന്തകളെ മുഴുവൻ ഇവർ ശരിക്കും പൊളിച്ചെഴുതുകയാണ്. എന്നിട്ട് പറയാണ്, സോ നമ്മുടെ ബിലീഫിന്, നമ്മുടെ ഈ സിംഗിൾ സ്റ്റോറിയുടെ ബിലീഫ് എന്ന് പറയുന്നത് വളരെയധികം തെറ്റാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഹാൻ ഗ്രാൻഡ് ഫാദേഴ്സ്, അപ്പോൾ ഇവരുടെ ലൈഫിലും പെയിൻഫുൾ ലൈഫ് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ ഗ്രാൻഡ് ഫാദേഴ്സ് മരിച്ചിരിക്കുന്ന റെഫ്യൂജി ക്യാമ്പിൽ കടന്നിട്ടാണ്. ഓക്കെ, റെഫ്യൂജി ക്യാമ്പുകൾ, അഭയാർത്ഥി ക്യാമ്പുകളിൽ കടന്നിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഹർ കസിൻ പോളി ഡൈഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇനഫ് മെഡിക്കൽ കെയർ. അവളുടെ കസിനായ പോളി മരിച്ചിരിക്കുന്നത് പ്രോപ്പറായിട്ട് മെഡിക്കൽ കെയർ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. ഹർ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഒക്കലോമ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്. പക്ഷേ അവളുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടായ ഒക്കലോമ മരിച്ചിരിക്കുന്നത് പ്ലെയിൻ ക്രാഷിലാണ്. അപ്പം തൻ്റെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെക്കുറിച്ച്, ആഫ്രിക്കൻസിനെ കുറിച്ച് മിക്ക ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും പാവപ്പെട്ടവരാണ്, അൺഎഡ്യൂക്കേറ്റഡ് ആണ്, ട്രൈബൽസ് ആണ്, ഇവർക്ക് അക്ഷരാഭ്യാസം ഒന്നും അറിയില്ല, സംസാരിക്കാൻ അറിയില്ല എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. ഇത് പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്ന് കൃത്യമായിട്ട് പറയാം. ചിലപ്പം നമ്മൾ വയനാട്ടുകാരെ കുറിച്ച് ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാർ ചോദിക്കണം, നിങ്ങൾ വള്ളി തൂങ്ങിയിട്ടാണ് വരുന്നതെന്ന്. ഓക്കെ, ടാർസനെ പോലെ. അപ്പോൾ നമുക്ക് വണ്ടി സൗകര്യമൊന്നും ഇല്ലെന്നുള്ള ചിന്ത അവർക്കുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല, നമ്മളെല്ലാവരും ഓൾറെഡി മുൻധാരണ വെച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളെ അദീജ ഇവിടെ പൊളിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദിസ് ടോക്ക്, ദിസ് സ്പീച്ച്? ഫൈനലി അദീജ സേസ് ദാറ്റ് ഇൻ ഹർ സ്പീച്ച് ദാറ്റ് സിംഗിൾ സ്റ്റോറി ക്രിയേറ്റ് സ്റ്റീരിയോ ടൈപ്സ്. അപ്പോൾ ഒരു സിംഗിൾ സ്റ്റോറി, ഒരു കാര്യത്തെക്കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി, സിംഗിൾ ബിലീഫ് നമ്മുടെ മനസ്സിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ്, ഒരു ഫിക്സഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദ സ്റ്റീരിയോ ടൈപ്സ് ആർ നോട്ട് അൺട്രൂ ബട്ട് ദേ ആർ ഇൻകംപ്ലീറ്റ്. പക്ഷെ മുഴുവനായിട്ടും അസത്യമാണെന്ന് പറയാൻ പറ്റില്ല, ചില കാര്യങ്ങളൊക്കെ സത്യമുണ്ട്. കാരണം അത് തന്നെയാണ് ലാസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ലൈഫിൽ മോശമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എല്ലാം അത് സത്യമല്ല, ഇൻകംപ്ലീറ്റ് ആണത്. ദേ മേക്ക് സിംഗിൾ സ്റ്റോറി ദ ഓൺലി സ്റ്റോറി. ഓക്കെ, ദേ മേക്ക് എ സിംഗിൾ സ്റ്റോറി ദ ഓൺലി. എല്ലാവരും വിചാരിക്കുന്ന ആ സിംഗിൾ സ്റ്റോറിയാണ് റിയൽ സ്റ്റോറി എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ദ ഡേഞ്ചേഴ്സ് ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഒരു സ്പീച്ചാണിത്, ഇതൊരു ടെഡ് ടോക്ക് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. വളരെ സിമ്പിളായ കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഫിക്സഡ് ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ പൊളിച്ചെഴുതുകയാണ് ഇതിലൂടെ അദീജ ചെയ്യുന്നിരിക്കുന്നത്. ഓക്കെ, സിമ്പിളാണ്, മനസ്സിലായിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളൊന്ന് നോക്കാം. ഒന്നാമത്തത് റൈറ്റപ്പ് ആണ്. ഇതിലൊരു റൈറ്റപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഇതാണ്: ക്രിട്ടിക്കലി അനലൈസ് ദ സ്പീച്ച് ഓഫ് ചിമമണ്ട നോഗോസി അദീജെ ആൻഡ് ഡിസ്കസ് ദ ഡേഞ്ചേഴ്സ് ഓഫ് എ സിംഗിൾ സ്റ്റോറി ഇൻ പെർസീവിങ് പീപ്പിൾ ആൻഡ് ഈവൻസ് ഇൻ ദ വേൾഡ്. പ്രിപ്പയർ എ റൈറ്റപ്പ്. ഓക്കെ, അപ്പോൾ റൈറ്റപ്പ് നോക്കാം. ഇതിങ്ങനെ ഒരു റൈറ്റപ്പ് നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ചിമമണ്ട ngozi Adichie is a renowned African writer, grew up in a university campus in eastern Nigeria. The single story creates a stereotype and the problem with the stereotype is they are incomplete and untrue. Stereotype vision gives us only one side of the issue. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ നൈജീരിയൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് അവർ വളർന്നത്. അപ്പോൾ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇമേജസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് എപ്പോഴും ഇൻകംപ്ലീറ്റ് ആണ്, അൺട്രൂ ആണ്.
അപ്പോൾ സ്റ്റീരിയോടൈപ്പ് വിഷൻ ഗീവ്സ് അസ് ഓൺലി വൺ സൈഡ് ഓഫ് ദി ഇഷ്യൂ. എപ്പോഴും ഒരു വൺ സൈഡ് മാത്രമേ അത് നമുക്ക് തരുള്ളൂ. എ സിംഗിൾ സ്റ്റോറി റോബ്സ് പീപ്പിൾ ഓഫ് ദെയർ ഡിഗ്നിറ്റി. അപ്പോൾ എപ്പോഴും ഈ സിംഗിൾ സ്റ്റോറി ആൾക്കാരുടെ ഡിഗ്നിറ്റിയാണ് ചിലപ്പോൾ റോബ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. ഇറ്റ് ഡസ് നോട്ട് ഷോ ദ വോൾ പിക്ചർ ഓഫ് എനിത്തിങ് ക്ലിയർലി. എല്ലാവരും ഒരു ഓൾ പിക്ചർ ഒരിക്കലും ക്ലിയർലി അതിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. വി മസ്റ്റ് അനലൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ തിങ് വെരി ക്രിട്ടിക്കലി ടു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എനിത്തിങ് ഡീറ്റെയിൽ വെദർ ഇറ്റ് മേ ബി എ ബുക്ക് ഓർ ആൻ ഇൻസിഡൻറ്റ്. അപ്പോൾ പറയാം എന്താ, നമുക്ക് എപ്പോഴും മുൻധാരണ വെച്ചുകൊണ്ട് ക്രിട്ടിക്കലി അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ച് പോവുകയാണ്. പക്ഷെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഇല്ല. അത് ചിലപ്പോൾ ഒരു ബുക്കിനെ കുറിച്ചാകാം, ഒരു ഇൻസിഡൻ്റ് ആകാം, ഒരു സിറ്റുവേഷൻ ഓർ എ പേഴ്സൺ ആകാം. അപ്പോൾ അദീജെ ആസ് എ നൈജീരിയൻ റൈറ്റർ ഗീവ്സ് ഡീറ്റെയിൽ പിക്ചർ ഇൻ ദ സ്റ്റോറീസ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. In the stories, African is regarded as the poorest country where people are uncivilized and literate. അപ്പോൾ അവർ ആഫ്രിക്കയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്രിക്ക എന്ന് പറയുന്നത് പൂവറസ്റ്റ് കൺട്രിയാണ്, അൺസിവിലൈസ്ഡ് ആയ ആൾക്കാരാണ് അവിടെ ഉള്ളത്, ഇല്ലിറ്ററേറ്റ് ആണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. ദേ ലിവ് ഇൻ അട്ടർ കയോസ് ആൻഡ് അൺഹെൽത്തി ലിവിങ് കണ്ടീഷൻസ്. അപ്പോൾ അവർ അട്ടർ കയോസിലാണ് അവർ ജീവിക്കുന്നത്, അത്രയും മോശമായ ഒരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ ബിലീവ്സ് ദാറ്റ് ആഫ്രിക്കൻസ് ആൻഡ് ഏഷ്യൻസ് ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കൻസ്, യൂറോപ്യൻസ് വിചാരിച്ചിരിക്കുന്നത് ആഫ്രിക്കൻസിനും അതേപോലെ ഏഷ്യൻസ്, ഇന്ത്യൻസിനൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൈ ഹർ റൂംമേറ്റ് വാസ് അസ്റ്റോണിഷ്ഡ് വെൻ ഷീ സ്പോക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അതുകൊണ്ട് തന്നെയാണ് അദീജെ ഇംഗ്ലീഷിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ റൂംമേറ്റ് അത് കേട്ട് സർപ്രൈസ് ആയത്. They have no notion that African do not know anything about European culture and lifestyle. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് യൂറോപ്യൻ കൾച്ചറിനെ കുറിച്ചോ അവിടുത്തെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചോ ഒന്നും നമുക്ക് അറിയില്ല, നമ്മൾ വെറും പാവപ്പെട്ട ആൾക്കാരാണെന്നുള്ളൊരു ചിന്തയാണ് യൂറോപ്യൻസിലുള്ളത്. ആൻഡ് വെൻ അദീജെ ടോക്സ് അബൌട്ട് ദ സോങ്സ് ഓഫ് മരിയ കരെ, ഹർ റൂംമേറ്റ് കുഡ് നോട്ട് ബിലീവ്. അപ്പോൾ മരിയ കരെ എന്ന് പറയുന്ന ഫേമസ് ആയ പോപ്പ് സിംഗറിൻ്റെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ടോ എന്നുള്ളൊരു സർപ്രൈസ്. We don't get clear picture about anything. We believe as we get the information. It may vague or corrupted stories. അപ്പോൾ ഇതൊക്കെ ഒരു കറപ്റ്റഡ് ആണ്, അതായത് സത്യമല്ല, എല്ലാം നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമല്ല എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. Many such examples happen in our life. We should try to understand, to analyze things unbiased way. അതായത് നമ്മളൊരു മുൻധാരണകളില്ലാതെ കാര്യങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. We should not jump into hasty conclusion without checking its various aspects. നമ്മൾ ഒരിക്കലും എടുത്തു ചാടി കാര്യങ്ങളെ തീരുമാനിക്കരുതെന്ന് കൃത്യമായിട്ട് അദീജെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പ്രൊഫൈൽ ഓഫ് ചിമമൻഡ അദീജെ, പിന്നെ അതുപോലെ തന്നെ ഡയറി റൈറ്റിംഗ് ഓഫ് ഫിദേസ് ഫാമിലി വിസിറ്റ് ചെയ്തതിന് ശേഷം അദീജെ എഴുതുന്ന ഡയറി, അതുപോലെ തന്നെ കോൺവെർസേഷൻ ചോദിക്കാൻ, പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ റൂംമേറ്റ് ആൻഡ് അദീജെ. സോ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. സപ്പോസ് ചിമമൻഡ അഗുജി പ്ലാൻസ് ടു വിസിറ്റ് യുവർ സ്കൂൾ നെക്സ്റ്റ് വീക്ക്, അപ്പോൾ അവരോട് ചോദിക്കുന്ന 5 ക്വസ്റ്റ്യൻസ്. സോ ഇങ്ങനെയുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് റൈറ്റപ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഡയറി, പാരഗ്രാഫ്, തോട്ട്സ് ഓഫ് അദീജെ, ഇൻഫോർമൽ ലെറ്റർ ചോദിക്കാം, അതുപോലെ തന്നെ കോൺവെർസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ സ്റ്റോറിയാണ്, അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോകും. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.